ഹായ് ഫ്രണ്ട്സ്, മേരാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൂര അച്ചാറാണ്. കേര മീൻ ചൂര. അപ്പോൾ ചൂര അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമുള്ള സാധനം എന്താ? മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇത് ഇത്രയും ഇട്ട് ഒരു 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 അര സ്പൂൺ ഒരേ സ്പൂൺ വീതം ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഒരു ലേശം ഇട്ടാൽ ഇതിലെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, വെരുതി വെച്ചതിന് ശേഷം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇതെല്ലാം അതൊന്ന് പിടിച്ചു വരണം. ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതെല്ലാം കൂടെ ഇതിനകത്തോട്ട് മുളക് പൊടി ഒരു സ്പൂൺ ഇരിക്കട്ടെ. ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷമാണ് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെച്ച്. അതിനുശേഷം ചട്ടി അടുപ്പിൽ വെച്ചു, കടായി അടുപ്പിൽ വെച്ചു. നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നതിന് ശേഷം ഇത് തട്ടാതെ ഓരോന്നോരോന്ന് നമ്മൾ പറക്കി ഒരേ കഷ്ണങ്ങൾ ഇതിനകത്ത് പറക്കി ഒന്നിനൊന്നും ഒട്ടാതെ വെക്കണം. നമ്മൾ തട്ടിയാൽ എല്ലാം ഒരേ കണക്ക് മൂത്ത് വരത്തില്ല. അപ്പം ഇതെല്ലാം ഇതിനകത്ത് പറക്കി വെക്കണം. വെച്ച് ഒരു വശം ഒന്ന് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം മാത്രമേ തിരിച്ചിടാവൂ. അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ കഴിക്കാനൊക്കെ എടുക്കുന്ന ഇപ്പോൾ മീൻ പൊരിച്ചെടുക്കുന്ന അതേ രീതിയിൽ ഒരു ശകലം കൂടെ മൂത്താലും കുഴപ്പമില്ല. പക്ഷെ കരിഞ്ഞു പോകാൻ പാടില്ല, ഒരുപാട് കല്ലാവാൻ പാടില്ല. അപ്പം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മളിതെല്ലാം കോരിയെടുക്കും. ഇതേ പരുവാവണം. പരുവാകുമ്പോഴത്തേക്ക് നമ്മളിത് കോരിയിടും. കോരി മാറ്റി വെച്ചതിന് ശേഷമാണ് ഇതിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-15 കുടം വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കൊത്തി എരിഞ്ഞിട്ട് പിന്നെ അതിനെ മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി വെച്ച് അതും അതിനകത്ത് ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയാണ്. കാരണം ഒരുപാട് ദിവസം വെച്ചേക്കുന്നില്ല ഈ അച്ചാർ. അതുകൊണ്ട് ഞാൻ ഒരു 6 കൊച്ചു ചുമന്ന ഉള്ളിയും കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക. അപ്പം ആദ്യം എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടി വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിക്കകത്തൊന്ന് കറക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. നല്ലപോലെ ഒന്ന് ചുമന്ന് വന്നതിന് ശേഷം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴാണ് ഞാൻ ഉള്ളിയുടെ ഇതിനകത്തോട്ടിടുന്നത്. ഒരുപാട് ദിവസം വെച്ചേക്കുന്ന അച്ചാറാണെങ്കിൽ ഉള്ളി ചേർക്കരുത്. അപ്പോൾ ഉള്ളിയുടെ ചേർക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഉള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വന്നതിന് ശേഷമാണ് ഇതിനകത്തോട്ട് ഞാൻ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇടും. ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ചുമന്ന് വരണം. ചുമന്ന് വന്ന് നല്ലപോലെ ഒന്ന് ചുമന്ന കളറിലായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് ബാക്കി സാധനങ്ങൾ ചേർക്കാവൂ. ഇനി ഒരു വലിയ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി. ഇത് ഇത്രയും കൂടെ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മൂക്കണം. ഈ ഇഞ്ചിക്കകത്തും വെളുത്തുള്ളിക്കകത്തും കൂടെ ഇട്ട് മൂത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വിനാഗിരി ഇതിലോട്ട് ചേർക്കും. എത്ര കൂടിയ വിനാഗിരി 1 ഗ്ലാസ് വേണമെങ്കിലും കൂടുതൽ വേണമെങ്കിലും ചേർക്കാൻ പറ്റും. അതിനകത്തോട്ട് ചേർത്ത് തിളച്ചതിന് ശേഷം ലേശം ഒരു 1/4 സ്പൂണോളം കായപ്പൊടി ഇടും. കായപ്പൊടി ഇട്ടിട്ട് ഞാൻ വിനാഗിരി കുറച്ച് ചേർക്കുന്നത് കൊണ്ട് ചെറിയൊരു അല്ലി 2ആയിട്ട് കീറി പിണംപുളി, കുറക്കപ്പുളി അതിനകത്തോട്ട് ഇടണം. കുറക്കപ്പുളി അതിനകത്തോട്ട് ഇട്ട് അതൊന്ന് ഞാൻ തിളച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കുറക്കപ്പുളി എടുത്ത് മാറ്റും. കാരണം വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പുളി കാണും. എന്നാലും ഞാൻ ഒന്ന് മീനായതുകൊണ്ട് ഒന്ന് ഇട്ടതാണ്. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇതെടുത്ത് മാറ്റി. ഇതിൽ കൂടെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല പുളി പിടിക്കും. അപ്പോൾ വിനാഗിരി ഞാൻ കുറച്ച് ചേർത്തുകൊണ്ടാണ് ഒരു ലേശം പിണംപുളി കൂടെ ചേർത്തത്. ഇതെല്ലാം ഒന്ന് തിളച്ച് ലേശം ഉപ്പും ഒക്കെ ഉണ്ടാകുന്ന നോക്കി ഉപ്പും എല്ലാം ഉണ്ടെങ്കിൽ എപ്പോഴത്തേക്ക് ഈ പുളി വരുന്ന സമയത്ത് ഞാൻ ഈ പുളി എടുത്തങ്ങ് മാറ്റും. വിനാഗിരിയിൽ നല്ല പുളിയുണ്ടല്ലോ. എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തിട്ട് തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം ഇത് വറ്റി പോവാതെ ചെറിയൊരു ചാറോടുകൂടി ഇത് നമുക്ക് കോരി മാറ്റാം. തണുത്തതിന് ശേഷം ജാറിലൊത്തിരി ശകലം വിനാഗിരി തടവിയിട്ട് ഇത് കോരി മാറ്റാം. അപ്പം ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.